അറിവിന്റെ ഉജ്ജ്വലമായ മത്സരവേദിയിലേക്ക് അശ്വമേധത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇത് യൂണിറ്റ് ടേസ്റ്റ് അശ്വമേധം പവേർഡ് ബൈ ഓക്സിജൻ, ദ ഡിജിറ്റൽ എക്സ്പെർട്ട്, നിഷ് കന്യാകുമാരി, യെല്ലോ ക്ലൗഡ്, ലൂമിനാർ ടെക്നോ ലാബ്, മിൽമ, ഇൻ അസോസിയേഷൻ വിത്ത് പങ്കജ കസ്തൂരി, ബ്രീത്ത് ഈസി ആൻഡ് SBI. ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം അവർ ജൂറി ശ്രീ ജോ ആന്റണി. താങ്ക് യു. നമസ്കാരം സർ. മലയാളികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട ഗ്രാൻഡ് മാസ്റ്റർ ഡോക്ടർ GS പ്രദീപ് സ്വാഗതം ചെയ്യുന്നു. എക്സ്റ്റിങ്ഷൻ അല്ലെങ്കിൽ വംശനാശം നേരിടുന്ന ജീവജാലങ്ങളെക്കുറിച്ചൊക്കെ റെഡ് ഡേറ്റ ബുക്കിൽ പരാമർശിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ പല പക്ഷികളും പല മരങ്ങളും ചെടികളുമൊക്കെ കുറ്റിയേറ്റു പോകുന്നതിനെക്കുറിച്ചോർത്ത് നമ്മൾ വിഷമിക്കാറുമുണ്ട്. എന്നാൽ ചിലതൊക്കെ വംശനാശം സംഭവിക്കണം എന്ന് നമ്മൾ ആഗ്രഹിച്ചു പോകും. അങ്ങനെ ആഗ്രഹിക്കുന്നതിൽ ഈ ലോകത്തു നിന്ന് എന്നേക്കുമായി ഇല്ലാതാകണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതിൽ പ്രധാനപ്പെട്ടത് വർഗീയതയും അസൂയയും ഒപ്പം അന്യൻ്റെ സ്വകാര്യതകളിൽ നോക്കി ആനന്ദിക്കാനുള്ള സോഷ്യൽ ഓയൂറിസം എന്ന മാനസികാവസ്ഥയുമാണ്. സ്വാഗതം. യൂണിറ്റ് ടേസ്റ്റ് അശ്വമേധം പവേർഡ് ബൈ ഓക്സിജൻ, ദ ഡിജിറ്റൽ എക്സ്പെർട്ട്, നിഷ് കന്യാകുമാരി, യെല്ലോ ക്ലൗഡ്, മിൽമ, ലൂമിനാർ, ഇൻ അസോസിയേഷൻ വിത്ത് പങ്കജ കസ്തൂരി, ബ്രീത്ത് ഈസി ആൻഡ് SBI. സാമൂഹ്യ ഒളിഞ്ഞുനോട്ടം അല്ലെങ്കിൽ സോഷ്യൽ ഓയൂറിസത്തെക്കുറിച്ച് സംസാരിക്കാനുള്ള കാരണം വർഷങ്ങൾക്ക് മുമ്പ് ദോദി അൽ ഫയദും ഡയാനയും സഞ്ചരിച്ചിരുന്ന കാറിന് പിന്തുടർന്ന മനുഷ്യരുടെ പപ്പരാസികളുടെ പ്രവൃത്തി കാരണം മരണത്തിൻ്റെ ഇരുട്ടിലേക്ക് മടങ്ങിപ്പോയ ആ സെലിബ്രിറ്റികളെ ഓർമ്മിച്ചുകൊണ്ട് മാത്രമല്ല, വർത്തമാനകാലത്തിൽ സോഷ്യൽ മീഡിയയിൽ ചില മലീമസമായ മനസ്സുകൾ വല്ലാതെ കണ്ട് രേഖപ്പെടുത്തുന്ന കമൻറ്റുകൾ കണ്ട് ഹൃദയം നൊന്തുകൂടിയാണ്. മുഖവുരകൾ ഇനി പിന്നീട് പ്രേക്ഷകർ ഈ വേദിയിലേക്ക് കാത്തിരിക്കുന്ന ആ അതിഥികളെ, ഈ ദിവസങ്ങളിലെ വാർത്തകളിലെ താരത്തിനെ, അതിൻ്റെ കാരണങ്ങൾ രണ്ടാമത് സ്വാഗതം ചെയ്യാം. സോ ക്രിസ് വേണുഗോപാൽ ആൻഡ് പാർട്ട്ണർ, പ്ലീസ് വാക്ക് ഇൻ. ദിവ്യ, ക്രിസ്. ക്രിസ്, യെസ്, താങ്കൾ വല്ലാതെ ആളുകളോട് തർക്കിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് എന്ന് ഞാൻ പറഞ്ഞാൽ അത് ശരിയാണോ? ഇല്ല, അത് ടീഷർട്ടിൽ മാത്രമേ ഉള്ളൂ. ടീഷർട്ടിൽ മാത്രമേ ഉള്ളൂ ബോൺ ടു ആർഗ്യൂ എന്ന്. ബിക്കോസ് ബീങ് എ ലോയർ ഐ ഹാവ് ടു ആർഗ്യൂ. അപ്പോൾ തൊഴിൽപരമായിട്ട് ആർഗ്യൂ ചെയ്യുന്നല്ലാതെ ആർഗ്യുമെന്റിനോട് വലിയ താല്പര്യമില്ല. 18 വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മൾ അവസാനമായി കാണുന്നത്. ദുബായിൽ വെച്ചിട്ട് ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഭാഗമായിട്ട്. അന്ന് സിനിമ അഭിനയിച്ച് സിനിമ റിലീസ് ചെയ്ത സമയമാണ്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തൊരു ഇൻ്റർവ്യൂ ആയിരുന്നു അത്. അങ്ങനെ പറ്റിപ്പോയി എന്ന് ഞാൻ പറഞ്ഞിരുന്നു. പറയൂ, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം, സുഖം. ദിവ്യയുടെ നാട് എവിടെയാണ്? കണ്ണൂർ. കണ്ണൂരാണ്. ക്രിസിൻ്റെ നാട് എറണാകുളം. ക്രിസ്, ഞാൻ പറഞ്ഞ ഇൻട്രൊഡക്ഷൻ ക്രിസ് ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. ശ്രദ്ധിച്ചു. സോഷ്യൽ വോയറിസം. നിങ്ങളിപ്പോൾ അതിൻ്റെ ഇരകളാണ്. കുറച്ച് കാലങ്ങളായി ഇരകളാക്കാൻ ശ്രമിച്ചു, പക്ഷെ ഞങ്ങൾ വഴങ്ങിയില്ല. ബിക്കോസ് പൊതുവേ ആൾക്കാർക്ക് അങ്ങനെ ചെയ്യാൻ തോന്നുമ്പോൾ അവർ തോന്നിയതുപോലെയൊക്കെ പറയുകയും ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കി പറയുകയും എല്ലാം ചെയ്യുന്നത്. അതിനെല്ലാത്തിനും റിയാക്ട് ചെയ്യുന്നതിന് പകരം റെസ്പോണ്ട് ചെയ്തു. കാരണം റിയാക്ഷൻസ് ഡോണ്ട് റിയലി കൗണ്ട്. റെസ്പോണ്ട് ചെയ്തു. യെസ്, റെസ്പോണ്ട് ചെയ്തതിൽ ഇതൊരു രോഗമാണെന്നും അത് തീർച്ചയായിട്ടും മാറുമെന്നും എല്ലാവർക്കും ഒരു ഗെറ്റ് വെൽ സൂണും പറഞ്ഞിട്ട് അങ്ങ് ഒതുക്കി. രോഗികൾക്ക് രോഗത്തിൽ നിന്ന് വിമുക്തി കിട്ടാനുള്ള ആശംസകളും നേർന്നു. അതെ, കാരണം അത്തരം രോഗികൾ നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നു, ഉണ്ടാകും, ഇനിയും ഉണ്ടാകും. കാരണം പണ്ട് കാലത്ത് അത് മഞ്ഞപത്രമായിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്നത് ഒരു സോഷ്യൽ ലെവൽ ഓൺലൈനായിരുന്നേ ഉള്ളൂ. ഇനി ഭാവിയിൽ അതെങ്ങനെയാവും എന്നറിയില്ല. കാരണം ഇനിയിപ്പോൾ വെർച്വൽ റിയാലിറ്റീൻ്റെയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും കാലമാണ്. അപ്പം ഇനി എങ്ങനെ പോകും എന്ന് പറയാൻ പറ്റും. എന്തുകൊണ്ടായിരിക്കും അത്? ടു എൻ എക്സ്റ്റെൻറ്റ് ഒരുവിധം അവരുടെ മനസ്സിലുള്ള ഫ്രസ്ട്രേഷൻ, പിന്നെ ചീപ്പ് ഡോപ്പമീൻ എത്രത്തോളം കിട്ടുന്നു അത്രത്തോളം എൻജോയ് ചെയ്യുന്ന സോഷ്യൽ മീഡിയ, ആർക്കും ഒരു ഫേക്ക് ഐഡിയുടെ പുറകിൽ നിന്നുകൊണ്ട് എന്തും പറയാം എന്നുള്ളൊരു തെറ്റിദ്ധാരണ, പിന്നെ ലോസ് ആർ നോട്ട് ഇനഫ് സ്ട്രിഞ്ചൻറ്റ് ഇനഫ് ടു നാബ് സച്ച് പീപ്പിൾ. ഇപ്പോൾ ടെക്നോളജി വളരുന്ന ആ വേഗത്തിൽ
നിയമങ്ങൾ വളരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് സമയം എടുക്കുന്നുണ്ട്. അത് കാരണം ഇവരാരും ഒരു നിയമത്തിൻ്റെ കീഴിൽ വരുന്നില്ല. ഈ സോഷ്യൽ വോയറിസത്തിനെതിരെ വേണമെങ്കിൽ അവർ ഒറിജിനൽ ID ആണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ BNS 375 വെച്ചിട്ടൊരു കേസ് കൊടുക്കുകയോ അല്ലെങ്കിൽ ഇവർ ഡീഫെയിം ചെയ്തു എന്ന് പറഞ്ഞിട്ട് കോടതിയിൽ ശരിയാണ്. ഞാൻ പറഞ്ഞത്, താങ്കൾ പറഞ്ഞതൊക്കെ അവരത് ചെയ്യാൻ അവരെ സഹായിക്കുന്ന ഘടകങ്ങളാണ് താങ്കൾ ഈ പറഞ്ഞത്. അല്ല, ഞാൻ എനിക്ക് തോന്നിയിട്ടുള്ളത് ശരിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് സത്യത്തിൽ ഈ അന്യൻ്റെ സ്വകാര്യതയെക്കുറിച്ച് പരാമർശിച്ചും കഥകൾ മെനഞ്ഞും അതിൽ ആനന്ദം കണ്ടെത്തുന്നത് സത്യം പറഞ്ഞാൽ അതൊരു അപകർഷതാബോധത്തിൻ്റെ റിസൾട്ടാണ്. ഫ്രസ്ട്രേഷൻ അല്ലേ? ഫ്രസ്ട്രേഷൻ മാത്രമല്ല, സ്വന്തം ഇൻഫീരിയോറിറ്റി മറച്ചു വയ്ക്കുവാൻ വേണ്ടി കണ്ടെത്തുന്നതാണ്. കേരളത്തിൽ അസംഖ്യം വരുന്ന ഗവൺമെൻറ് ജീവനക്കാരുടെ ഒരു വലിയ സമൂഹമുണ്ട്. അവരാരും എന്നോട് ഇത് കേട്ട് ദേഷ്യപ്പെടരുത്, ഒരു ഒപ്പീനിയൻ പറയുകയാണ്. ഉദാഹരണത്തിന് നോക്കൂ, നമ്മുടെ സർക്കാർ സർവീസിൽ വരുന്നതിലൊരു ചെറിയ ശതമാനം പേർക്കെങ്കിലും കുറച്ച് പ്രായം കഴിയുമ്പോൾ യൂത്തിനോട്, പ്രതിഭകളോടൊക്കെ ഒരു വല്ലാത്ത അവേർഷൻ തോന്നും. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, നന്നായി പാടാൻ കഴിയുന്ന, നന്നായി ആടാൻ കഴിയുന്ന, നന്നായി ഒരുപാട് ആകാശങ്ങൾ കീഴടക്കാൻ കഴിയുമായിരുന്ന ടാലൻറ്റുകൾ കുട്ടിക്കാലത്തും യൗവനത്തിലും യൗവനാരംഭത്തിലൊക്കെ ഉണ്ടായിരുന്നവരാണ്. ജീവിതം മുന്നോട്ട് പോകാനും കുടുംബത്തെ സംരക്ഷിക്കാനും പല പ്രാരാബ്ദങ്ങൾക്കുമൊക്കെയായി പരീക്ഷ എഴുതി ജോലി കിട്ടി, അങ്ങനെ ഫയലുകൾക്ക് മുന്നിൽ ജീവിതം തളച്ചിടപ്പെട്ടു പോകുമ്പോൾ അവർ കുട്ടിക്കാലത്തും കൗമാരത്തിലുമൊക്കെ കണ്ട അവരുടെ സർഗ്ഗ കിനാവുകൾ മുഴുവൻ പൊലിഞ്ഞു പോകുമ്പോൾ അവരനുഭവിക്കുന്ന ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടല്ലോ, ക്രിസ് ചൂണ്ടിക്കാണിച്ച ആ ഫ്രസ്ട്രേഷൻ കൊണ്ട് തന്നെ മറ്റുള്ളവരെ അക്സെപ്റ്റ് ചെയ്യാനുള്ള അവരുടെ മനസ്സ് ഇല്ലാതായി പോകും. എൻ്റെ പരിചയത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥരല്ലാത്ത ചില സുഹൃത്തുക്കളുമുണ്ട്. നോക്കൂ, അവരോട് നമ്മളൊരു വ്യക്തിയെക്കുറിച്ച് ഒരു കാര്യവുമില്ല, മറ്റൊരു വ്യക്തി, പ്രതിഭയായ ഒരു വ്യക്തിയെക്കുറിച്ച് പറയുമ്പോൾ ഉടൻ അവരുടെ മറുപടി, അതിന് നമുക്കെന്താ നേട്ടം? മറ്റൊരാളിനെ ഉൾക്കൊള്ളാനുള്ള മനസ്സ് വല്ലാതെ കണ്ട് ചുരുങ്ങിപ്പോകും. എൻ്റെ റിസർച്ച് പേപ്പർ വാസ് മീഡിയ സൈക്കോളജി. ആൾക്കാർ എന്തിനാണ് SMS അയക്കുന്നത് എന്നുള്ളത്. പല രീതികൾ ഓരോ TGയിലും വ്യത്യാസമുണ്ട്. അതായത് ഒരു ടാർഗറ്റ് ഗ്രൂപ്പിൽ ഇപ്പോൾ മലയാളി സമൂഹം പൊതുവെ തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ, അതായത് ഇരിക്കുന്ന നിങ്ങൾ പറയുന്നത് തെറ്റാണ് എന്ന് പറയാനുള്ള ആ ഒരു ആവേശമാണ് കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത്. 2, എൻ്റെ പേര് എല്ലാവരും പറയുന്നത് കേൾക്കണം. 3ാമതായിട്ട് വരുന്നത് ഈ ഇരിക്കുന്ന ആ വ്യക്തിനേക്കാളും ഞാൻ ബെറ്ററാണ് എന്നൊരു തോന്നൽ വരാൻ വേണ്ടിയിട്ടാണ്. മറ്റ് പല സമൂഹങ്ങളുടെയും ടാർഗറ്റ് ഗ്രൂപ്പ് വെച്ച് നോക്കുമ്പോൾ അവിടെ അവർ ഫണ്ണിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എക്സൈറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടോ ചെയ്യുന്നത് നമുക്ക് കുറ്റം പറയാനും തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് പൊതുവേ ഇപ്പോൾ നമ്മുടെ ലിറ്ററേച്ചർ തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പോസ്റ്റ് മെൻ്റൽ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ PMAൻ്റെ ബുക്സ് മലയാളത്തിലില്ല. ബാക്കി എല്ലാ ഭാഷകളിലും ഇപ്പോൾ സ്വാമി സുഖബോധാനന്ദയുടെ മൈൻഡ് റിലാക്സ് പ്ലീസ്, മനസ്സെ റിലാക്സ് പ്ലീസ്, ഇത് ഇന്ത്യയിലുള്ള എല്ലാ ഭാഷകളിലും ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ട് മലയാളത്തിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ്. അങ്ങനെ ഡെയിൽ കാർനെഗിയോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ ഇവിടെ വായിക്കപ്പെടും, അത് ഇംഗ്ലീഷിൽ വായിക്കും. പക്ഷേ അതെ ജിദ്ദുവിൻ്റെയും ഇംഗ്ലീഷ് പുസ്തകങ്ങളാകുമ്പോൾ വായിക്കും, ഇങ്ങോട്ട് വായിക്കില്ല. അതെ, മലയാളത്തിലേക്ക് ട്രാൻസ്ലേഷൻസ് ഉണ്ടാവില്ല എന്നുള്ളത് അതൊരു സാഡ്. പക്ഷെ അതേസമയം ചില തെറ്റുകൾ ചൂണ്ടിക്കാണിക്കപ്പെടുമ്പോൾ നമുക്ക് തോന്നും അത് തിരുത്തപ്പെടേണ്ടതാണ്. ഉദാഹരണത്തിന് കഴിഞ്ഞൊരു അധ്യായത്തിൽ പ്രശസ്തനായ തിരക്കഥാകൃത്ത്, കഥാകാരൻ, എഴുത്തുകാരൻ, മാധ്യമപ്രവർത്തകനൊക്കെ ആയ നമ്മുടെ സുനീഷ് വാരനാട് പങ്കെടുത്തിരുന്നു. അദ്ദേഹം വേണുമാധവനെയാണ് വിചാരിച്ചത്, ഇന്ത്യൻ മിമിക്രിയുടെ പിതാവായ വേണുമാധവനെയാണ് വിചാരിച്ചത്. ഞാൻ വേണുമാധവനെ കണ്ടെത്തി, എനിക്ക് വളരെ സന്തോഷം കിട്ടി. കാര്യം ഞാനത് കണ്ടെത്തി ആലോചിച്ച് വേണുമാധവനിലേക്ക് എത്താൻ പറ്റി എനിക്ക്. ഞാനപ്പോൾ ശിവഗംഗൈ സേതുരാശിനെ കുറിച്ചുമൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ആ എപ്പിസോഡ് യൂട്യൂബിൽ റിലീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിന് താഴെ ഒരുപാട് പേർ അഭിനന്ദിച്ചുകൊണ്ട് കമൻറ്റുകളുണ്ട്. പക്ഷേ ഒരു സുഹൃത്ത് വളരെ സൂക്ഷ്മതയോടുകൂടി നിരീക്ഷിച്ചത് ഈ കമൻറ്റുകളൊക്കെ വായിച്ചപ്പോൾ ആ കമൻറ്റുകൾ വായിച്ച് നമ്മൾ ഈ നല്ല അഭിനന്ദനങ്ങളൊക്കെ വായിച്ച് പുളകം കൊള്ളുന്നത് പുരുഷനും സ്ത്രീക്കുമൊക്കെ സ്വാഭാവികമാണ്. നല്ല പൊട്ട് കേട്ടോ, ഇഷ്ടപ്പെട്ടില്ലേ? ഇത് ഇഷ്ടപ്പെടും, ഇത് നമുക്ക് ഇഷ്ടപ്പെടും, ഇതാ പറഞ്ഞത്. അപ്പോൾ ഒരു സുഹൃത്ത് എഴുതിയിരുന്നു, പക്ഷേ പ്രദീപിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, പ്രദീപ് വെൻട്രിലോക്കിസം എന്നാണ് പറഞ്ഞത് എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ വന്നൊരു തെറ്റാണ്, അവിടെയാണ്. എങ്കിലും അത് നിരീക്ഷിച്ച് കണ്ടെത്തിയ ആ സുഹൃത്തിനോട്, ആ സാമൂഹ്യ മാധ്യമത്തിൽ ആ കമൻറ്റ് രേഖപ്പെടുത്തിയ എനിക്ക് പേരറിയാത്ത അജ്ഞാതനായ ആ സുഹൃത്തിനോട് എൻ്റെ ആ നാവ് പിഴയ്ക്ക് ക്ഷമ ചോദിക്കുന്നു.
അപ്പോൾ അശ്വമേധം കാണാറുണ്ട് പണ്ട് മുതലേ? കാണാറുണ്ട്. വീട്ടിൽ ഫാമിലിയായിട്ട് ഞങ്ങൾ കണ്ടിരുന്ന പ്രോഗ്രാമാണ്. ഇപ്പോൾ സ്റ്റിൽ ഇറ്റ് കണ്ടിന്യൂസ്, ആ ഒരു എക്സൈറ്റ്മെൻറ്റ്. പ്രോബബ്ലി നമ്മുടെ ഇന്റർവ്യൂവിലും അത് താടി തന്നെയായിരുന്നു. ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ. പൊട്ടുപോലെയല്ലേ? ക്രിസ്റ്റിനെ ഞാൻ ആദ്യം കാണുമ്പോൾ ഇത്ര താടി ഇല്ലല്ലോ. ഇല്ല ഇല്ല ഇല്ല, അന്ന് താടി ഇല്ല. താടിയില്ല. ക്രിസ് ഒരു ചെറുപ്പക്കാരനാണ്, ഇപ്പോൾ അതിനേക്കാൾ ചെറുപ്പക്കാരനാണ് മനസ്സുകൊണ്ട്. അല്ല, എല്ലാ കാലത്തും അല്ല, ശരീരം കൊണ്ട് ഇപ്പോൾ ആൾക്കാർ 150 വയസ്സാക്കി. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. 150 വയസ്സുള്ള ബാബാജി, 90 വയസ്സുള്ള സന്യാസി, അങ്ങനെയൊക്കെ കുറെ പേര് വന്നിട്ടുണ്ട്. നല്ലതല്ലേ? നല്ലതാ, ഞങ്ങൾ എൻജോയ് ചെയ്യുന്നു. അല്ലെങ്കിൽ നമുക്കൊരു 150 വയസ്സൊക്കെ ആയി എന്നൊക്കെ പറയുന്ന ഒരു അത്രയും ലോഞ്ചിവിറ്റി ഉണ്ട് എന്നുള്ളതായല്ലോ. എന്താ പറയുക, ഭേദമാകട്ടെ അവരുടെ രോഗങ്ങൾ. തീർച്ചയായിട്ടും, ഗെറ്റ് വെൽ സൂൺ. ഞാൻ അശ്വമേധത്തിലേക്ക് താങ്കളെ ക്ഷണിച്ചത് ആ ഒരു ചർച്ചയ്ക്കേ അല്ല, മറിച്ച് എനിക്ക് പരിചയമുള്ള, നന്നായി വായിക്കുന്ന, നന്നായി ചിന്തിക്കുന്ന, നന്നായി സാമൂഹ്യ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന അഭിഭാഷകനായ ശ്രീ ക്രിസ് വേണുഗോപാൽ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു രസകരമായ ചാപ്റ്ററിൻ്റെ ആരംഭ ദിവസങ്ങളിൽ ഞങ്ങളോടൊപ്പം ഈ അറിവിൻ്റെ അധ്യായത്തിൽ, ഈ ചാപ്റ്റർ ഓഫ് നോളജിൽ പങ്കെടുക്കാനാണ് താങ്കളെ അതിലൂടെ ക്ഷണിച്ചത്. തീർത്തും വ്യക്തിപരമായ താങ്കളുടെ ജീവിതത്തിലെ ആഹ്ലാദങ്ങളിൽ ഒപ്പം സന്തോഷിക്കുന്നു. താങ്ക് യു വെരി മച്ച്, വിത്ത് പ്ലഷർ. മനുഷ്യൻ സെലിബ്രേറ്റ് ചെയ്യപ്പെടേണ്ടത്, ആഘോഷിക്കപ്പെടേണ്ടത് റൈറ്റ് റീസൺസിലാകണം. ഹിയർ വി ഹാവ് ക്രിസ് വേണുഗോപാൽ ആൻഡ് ദിവ്യ, who are unfortunately celebrated due to some wrong reasons through wrong statements. എന്നാൽ അവർ ആഘോഷിക്കപ്പെടേണ്ടത് ശരിയായ കാരണങ്ങൾ കൊണ്ടാണ്. ജീവിതത്തിൽ ഓരോ നിമിഷവും നമ്മൾ പുനർജനിക്കുന്നുവെന്നും ഓരോ നിമിഷവും പുനർജനിക്കുന്ന മനുഷ്യൻ ജീവിതത്തിൻ്റെ നവമധുരങ്ങൾ കണ്ടെത്തുകയും ചെയ്യുന്നു എന്ന പോസിറ്റീവ് റിമാർക്സോടുകൂടി സ്വാഗതം ചെയ്യാം ആദ്യ സെഗ്മെൻറ്റിലേക്ക്. ക്രിസ് ആൻഡ് ദിവ്യ, കം ലെറ്റ്സ് പ്ലേ ബി ദ ഗ്രാൻഡ് മാസ്റ്റർ. നിങ്ങൾ കണ്ടെത്തേണ്ട വ്യക്തി, ഞാനിങ്ങനെ ചങ്കിൽ ചേർത്ത് വച്ചിരിക്കുന്ന വ്യക്തി, അതിനേക്കാൾ എത്രയോ കൂടുതൽ ക്രിസ്സൊക്കെ ചങ്കിൽ ചേർത്ത് വച്ചിരിക്കുന്ന വ്യക്തി. ഇനി ക്രിസ്സ വ്യക്തിയെ ചങ്കിൽ ചേർത്തിട്ടില്ല എന്ന് അതെങ്ങനെയാണ് GS പ്രദീപിന് ഉറപ്പ് ക്രിസ്സിന് ഇഷ്ടമാണ് എന്ന് ചോദിച്ചാൽ എനിക്ക് ഉറപ്പാണെന്നേ ക്രിസ്സും ദിവ്യയും എൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ചങ്കിൽ ആ വ്യക്തി ഉണ്ടെന്ന്. ആദ്യത്തെ സൂചന, പുകക്കണ്ണട. അതൊരു കടുപ്പം പിടിച്ച സൂചനയായിരിക്കും. പുകക്കണ്ണട എവിടെയോ കേട്ടിട്ടുണ്ടോ? ഇല്ല. ഒരു ഫെയിന്റ് മെമ്മറി, സ്ട്രേഞ്ച് ഫീൽ. എന്നാൽ അടുത്ത സൂചനയിലേക്ക് പോവാം. മറ്റുള്ളവരുടെ വേനൽ, നന്മകളുടെ സൂര്യൻ. ക്രിസ് ഇങ്ങനെ ദിവ്യയൊക്കെ നോക്കുന്നത് കണ്ടാൽ ഇതേതോ ലോകത്തിൽ ആർക്കും പറയാൻ പറ്റാത്ത ഏതോ കാര്യത്തെക്കുറിച്ച് ഞാൻ സൂചന കൊടുക്കുന്നത് പോലെയാണ്. ഈ ഉത്തരം കഴിയുമ്പോൾ ഇത് പ്രയാസമുള്ള ഒരാളുടെ കുറിച്ചാണെന്ന് ക്രിസ് പറഞ്ഞാൽ ചോദ്യമൊന്നുമില്ല, 1 കോടി രൂപ കൊടുക്കുക, ഞാൻ പരാജയം സമ്മതിക്കും. മൂന്നാമത്തെ ക്ലൂ, ഇല്ല ഇല്ല. നാലാമത്തെ ക്ലൂ. ഇനി സത്യം പറയട്ടെ, ഞാനിങ്ങനെ ഇത് എൻ്റെ പ്രധാന ജോലി ഇപ്പോൾ ഈ ഷൂട്ടിങ്ങിന് മുമ്പ് ഇതുപോലുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അശ്വമേധം കളിക്കുന്നത് നമ്മൾ ഉറക്കത്തിൽ കിടന്നുറങ്ങുമ്പോൾ വിളിച്ചാലും നമ്മൾ കളിക്കുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ എന്താ പറയുക ശ്വാസം പോലെയുള്ളതാണ്. പക്ഷേ ഈ ആദ്യത്തെ സെഗ്മെൻറ്റിന് നല്ല ക്രിയേറ്റീവായി സാധനങ്ങൾ ഉണ്ടാക്കുന്നത് വലിയ ജോലിയാണ്. ഇതിങ്ങനെ ഉണ്ടാക്കിയിട്ട് എൻ്റെ മോനെ വിളിച്ചു. അവന് 10-20 വയസ്സായാലെങ്കിലും അവനും ചങ്കോട് ചേർത്ത് വെച്ചിരിക്കുന്ന ഒരാൾ തന്നെയാണ്. എൻ്റെ ഭാര്യയൊക്കെ വിളിച്ചു. എന്നിട്ട് ഞാൻ ഈ ക്ലൂ പറഞ്ഞു. മൂന്നാമത്തെ ക്ലൂ കേട്ടപ്പോൾ അപ്പം തന്നെ ഉത്തരം പറഞ്ഞത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ക്രിസ് 3-ൽ എന്തായാലും പൊളിക്കുമല്ലോ എന്ന് വിചാരിച്ചതാണ്. ശരി, നാലാമത്തെ ക്ലൂ. ഇതിൽ ഉത്തരം പറഞ്ഞാൽ ഇടിക്കും ഞാൻ. ഇതൊരു ഓഡിയോ ആണ്. ശരി. വീണ്ടും കാണുക എന്നൊന്നുണ്ടാകില്ല. നീ മരിച്ചതായി ഞാനും, ഞാൻ മരിച്ചതായി നീയും കരുതുക. ചുംബിച്ച ചുണ്ടുകൾക്ക് വിട തരിക. നിങ്ങൾ കണ്ടെത്തേണ്ട വ്യക്തി എഴുതിയ ഏറ്റവും മനോഹരമായ ആദ്യകാലത്തേതെന്ന് വിശേഷിപ്പിക്കാവുന്ന ഉജ്ജ്വലമായ, ഇങ്ങനെ 2 ഹൃദയങ്ങൾ തമ്മിലുള്ള പ്രണയത്തിൻ്റെ തീക്ഷ്ണമായ ഭാവങ്ങൾ ആവിഷ്കരിച്ച ആ കഥ ഒരാൾ വായിച്ചതാണ്. ആ കഥയുടെ അവസാനത്തെ വരികളാണ്. ഞാനിനി അവസാനത്തെ ക്ലൂ തരും. അപ്പോൾ
സങ്കടം പറയണം, തോന്നരുത്. അല്ല, അല്ല, അപ്പൊ പറഞ്ഞോളും. അപ്പൊ ഒരു സങ്കടം തോന്നരുത്. ഞാൻ ആ മൂന്നാമത്തെ ക്ലൂവിൽ അങ്ങനെയൊന്നും ചിന്തിച്ചില്ലല്ലോ എന്ന് അപ്പൊ പറയരുത്. അവസാനത്തെ ക്ലൂ തരട്ടെ? ഓക്കെ. ഇൻ ദ ബെൽറ്റഡ് വില്ലേജ് അരപ്പട്ട കെട്ടിയ ഗ്രാമത്തിൽ ഞാൻ ഗന്ധർവൻ പത്മരാജൻ. ഉറക്കെ പറയൂ. ഇൻ ദ ബെൽറ്റഡ് വില്ലേജ് എന്ന അരപ്പട്ട കെട്ടിയ ഗ്രാമത്തിൽ ഞാൻ അതിങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നോക്കിയിട്ട് എനിക്ക് അത് കിട്ടുന്നില്ല. ബെൽറ്റഡ് വില്ലേജ് ഞാൻ മൊപ്പാസാനിലേക്ക് പോയി. അപ്പോൾ അവിടെ ആ ഒരു മൊമെന്റിൽ ഇത് മാത്രം. ശ്രീ പത്മരാജൻ. ശരിയായ ഉത്തരമാണ് ശ്രീ പി പത്മരാജൻ. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ പുസ്തകമാണ് പുകക്കണ്ണാടി. അതൊരു പക്ഷേ നിങ്ങൾക്ക് അറിയണമെന്നില്ല. രണ്ടാമത് ഞാൻ തന്ന സൂചന മറ്റുള്ളവരുടെ വേനലും നന്മകളുടെ സൂര്യനും പത്മരാജന്റെ കൃതികൾ. മൂന്നാമത് ഞാൻ വളരെ സ്ട്രൈറ്റ് ആയി തന്നു, ഇൻ ദ ബെൽറ്റഡ് വില്ലേജ്, അരപ്പട്ട കെട്ടിയ ഗ്രാമത്തിൽ. നാലാമത് ഞാൻ തന്നത് ലോലയുടെ അവസാനമാണത്. ലോല, പത്മരാജന്റെ ലോകത്തെ കീഴടക്കിയ പ്രണയാർദ്രമായ കഥ ലോലയുടെ അവസാനത്തെ വരികളാണ് അത്. ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് ഒരു IT കമ്പനിയിൽ എല്ലാവരും ഈ യൂട്യൂബിൽ സിനിമ കാണലും വർക്ക് അവോയ്ഡ് ചെയ്തിട്ടുള്ള ആ സമയമായി കഴിഞ്ഞപ്പം അവിടുത്തെ HR-നൊരു ഐഡിയ തോന്നിയിട്ട് പത്മരാജൻ സിനിമകളെക്കുറിച്ച് ഒരു ആർട്ടിക്കിൾ അരമണിക്കൂറിൽ പ്രിപ്പയർ ചെയ്ത് വരാൻ പറഞ്ഞു. അതിൽ ഏറ്റവും ഗംഭീരമായിട്ട് കൊണ്ടുവന്ന 2 പേരെ മാറ്റിയിരുത്തിയിട്ട് പറഞ്ഞു, വളരെ നന്നായിട്ട് നിങ്ങൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട്, നാളെ തൊട്ട് പണിക്ക് വരണ്ട. കാരണം അത്രത്തോളം പത്മരാജനെ സ്നേഹിക്കുന്ന സിനിമാ സ്നേഹികൾ ഒരിക്കലും ഇങ്ങനെ ഒരു അരമണിക്കൂർ കിട്ടിക്കഴിഞ്ഞാൽ അത് വെറുതെ വിടില്ല. പക്ഷേ അവർ ആ സമയം മുഴുവൻ സിനിമ കാണുന്നു എന്നുള്ള ആ ഒരു തെളിവ് കാരണം അവരുടെ പണി പോയി. പത്മനാഭൻ സാറിൻ്റെ സിനിമകളെ കുറിച്ച് പറയുമ്പം ഏറ്റവും ആദ്യം ഓർമ്മ വരുന്നത് ഇങ്ങനത്തെ സംഭവങ്ങളാണ്. കാരണം മലയാളിക്ക് ഒരിക്കലും മനസ്സൊന്ന് മാറ്റി വെക്കാൻ പറ്റാതെ നൊമ്പരത്തിപ്പൂവായാലും അതിലെ ഓരോ സീൻസ് ആയാലും അല്ലെങ്കിൽ ഗന്ധർവനിലെ ടെക്നീക്സ് ആയാലും അതിൻ്റെ നുവാൻസസോ അല്ലെങ്കിൽ അതിൻ്റെ എഴുത്തായാലും പ്രോബബ്ലി ഞാൻ ഏറ്റവും കൂടുതൽ സ്റ്റേജിലും ഓഫ് സ്റ്റേജിലും ഒക്കെ പറഞ്ഞിട്ടുള്ളത് ഞാൻ ഗന്ധർവനിലെ ആ ഡയലോഗാണ്. എനിക്ക് തോന്നുന്നു കുഞ്ഞുമോക്കും ഞാൻ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത് ആ ഡയലോഗ് തന്നെ ആയിരിക്കും. അതും പത്മരാജ് സാറിൻ്റെ തന്നെയാണ്. പ്രണയം ബാക്കിയാകുന്ന ഒരു മനുഷ്യ ഹൃദയത്തിലും മറവിയിലേക്ക് പോയില്ലല്ലോ പപ്പേട്ടൻ്റെ. അപ്പോഴേ ആദ്യ സെഗ്മെൻറ്റ് കഴിഞ്ഞു. അനീഷ, ഈ കാർഡ് കളക്ട് ചെയ്യാം, ഈ കാർഡ് അനീഷ ഏൽപ്പിക്കാം. നമ്മൾ ഇനി അശ്വമേധം കളിക്കാൻ തയ്യാറാകുന്നു. അതിനു മുൻപ് ഒരു ചെറിയ കമേഴ്സ്യൽ ബ്രേക്കിലേക്ക് പോകണം. ദാഹിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. നമുക്കൊരു നാരങ്ങയുള്ള അങ്ങോട്ട് കാച്ചിയാലോ? റെഡി ഫോർ ദ ഗെയിം. യെസ്. കണ്ണൂരല്ലേ കണ്ണൂർ. കോളേജിലൊക്കെ പഠിച്ചത്? കണ്ണൂർ തന്നെ, പയ്യന്നൂർ. പയ്യന്നൂർ കോളേജിലാ? പയ്യന്നൂർ കോളേജിലല്ല, ഞാൻ പിലാത്ര മാസ്റ്റേഴ്സിൽ. പിലാത്രയാണ്. പിലാത്ര നല്ലൊരു പ്രസ്ഥാനമുണ്ട്, ഹോപ്പ്, ഒരു ജീവകാരുണ്യ പ്രസ്ഥാനമാണ്. ഒരുപാട് പ്രായമായ മനുഷ്യരവിടെ ഉണ്ട്. ഞാൻ പോയിട്ടുണ്ട്. ഞാൻ പലപ്പോഴും ഓണക്കാലത്ത് ഒരു ദിവസം അവരുടെ കൂടെ പോയി ആഹാരം കഴിക്കും. ഞാൻ പോയിട്ടുണ്ട്. കണ്ണൂരുകാരിയാണ് എന്നുള്ളത് കൊണ്ട് ഒരു കാര്യം ഉറപ്പാണ്, ക്രിസ്ത്യനോട് ചോദ്യം അവിടെ ചോദിക്കണ്ട, അശ്വമേധം കണ്ടിട്ടുണ്ടോ എന്ന്. ഞാൻ കണ്ടിട്ടുണ്ട്. അല്ല, അത് കണ്ണൂരിലുള്ള ഒട്ടുമിക്ക ആളുകൾ വളരെ സ്നേഹത്തോടെ കാണാറുണ്ട്. ക്രിസ്തു പക്ഷേ എന്നും യാത്രയും പറക്കലും തിരക്കും. ഓൾ ദി ബെസ്റ്റ്. പാട്ട് പാടുന്ന ആരാ? ക്രിസ്താണോ ദിവ്യാണോ? ക്രിസ് അല്ലേ? രണ്ടുപേരും പാടും. അപ്പോൾ പാട്ട് കേട്ടിട്ട് കളിക്കാൻ പോവാം, എന്നിട്ട് കളിച്ചുകൊണ്ട് പാട്ട് പാടാം. ദൂരെ ദൂരെ വാനിൽ നീ തിങ്കൾ പൊന്നായുതീര ഏതോ മേഘം പോലെ ഞാൻ നിന്നിൽ തന്നെ അലിയവേ നീ അറിയാൻ വൈകിയോ രാമഴ പോലാശകൾ ദൂരെ ദൂരെ വാനിൽ നീ തിങ്കൾ പൊന്നായുതീരവേ. ദിവ്യയുടെ പാട്ട് ചോദ്യങ്ങൾക്കിടയിൽ വേണം. പാട്ട് മനസ്സിൽ കരുതി വെച്ചോ. ശ്രീ ജോ ആൻ്റണി, ക്രിസും ദിവ്യയും മനസ്സിലോർമ്മിച്ച വ്യക്തിയുടെ പേര് ഇസ് ഇറ്റ് അപ്രൂവ്ഡ്? അപ്രൂവ്ഡ്. ആദ്യത്തെ 10 ചോദ്യങ്ങളുടെ മേഖലയിലേക്ക് ഈ മെയ്ഡ് ഫോർ ഈച്ച് അതർ കപ്പിളിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. യാഗം.
ഒരു സ്ത്രീയാണോ മനസ്സിൽ? അല്ല. അല്ല. ഇന്ത്യൻ? യെസ്. മലയാളി? നോ. അല്ല. അല്ല. ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല. സൗത്ത് ഇന്ത്യൻ? നോ. രാഷ്ട്രീയം, കല, സാഹിത്യം? യെസ്. രാഷ്ട്രീയം? യെസ്. 1950 ശേഷം മരണം? നോ. 1900 ശേഷം മരണം? യെസ്. സ്വാതന്ത്ര്യ സമരം തന്നെയാണ് അപ്പോൾ പ്രധാന പ്രവർത്തനം. 10 ചോദ്യങ്ങൾ യജ്ഞം. ഒരു തമിഴ് പാട്ട് പാടും. അല്ല, ഒരു മലയാളം പാട്ട് പാടിയാലും. തൂമഞ്ഞിൻ നെഞ്ചിലൊതുങ്ങി മുന്നാഴി കനവ്, തേനോലും സാന്ത്വനമായി ആലോലം കാറ്റ്, സന്ധ്യാരാഗവും തീരവും വേർപിരിയും വേളയിൽ എന്തിനിന്നും വന്നു നീ പൂന്തിങ്കളേ, തൂമഞ്ഞിൻ നെഞ്ചിലൊതുങ്ങി മുന്നാഴി കനവ്, തേനോലും സാന്ത്വനമായി ആലോലം കാറ്റ്. ആ, ഗംഭീര. താങ്ക് യു. ഇങ്ങനെയൊക്കെ പാടും ചെറുതായിട്ട്. 1900-നും 1950-നും ഇടയിൽ മരിച്ച സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് പ്രശസ്തനായ പുരുഷനായ സൗത്ത് ഇന്ത്യക്കാരനല്ലാത്ത വ്യക്തി. 10 ചോദ്യങ്ങൾക്കുള്ളിൽ ഇത്രേ അറിഞ്ഞുള്ളൂ. അതെ. നോർമൽ ഡെത്ത്? നോ. അല്ല. അല്ല. നാച്ചുറൽ ഡെത്ത് അല്ല. നാച്ചുറൽ ഡെത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിലായി. അസുഖം വന്ന് മരിച്ചതൊക്കെ നാച്ചുറൽ ഡെത്താണ്. അറിയാം. ദാറ്റ് മീൻസ് അദ്ദേഹം ഇപ്പോൾ ഒരു മാർട്ടിയറായിരുന്നു, യെസ്. ഒരു രക്തസാക്ഷിയായിരുന്നു. ഓക്കെ. 1940 ശേഷം മരണം? അല്ല. 30 ശേഷം? അല്ല. 30 ശേഷം അല്ലേ? അല്ല. 30 ശേഷം അല്ല. അല്ല. ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖദേവ് കാലത്തൊന്നും അല്ല ഇപ്പോൾ. നോക്കാം. ഓ, 30 ശേഷം. അവിടെയാണ്. എന്തായാലും 20 ശേഷമാണ്. ഖുദിറാം ബോസിൻ്റെയും സൂര്യസെനിൻ്റെയും കാലമല്ല, അതിന് ശേഷമാണ്. ആൽഫ്രഡ് പാർക്കിൽ വെച്ച് വെടിയേറ്റ് മരിച്ചതാണോ? വെടിയേറ്റാണോ മരിച്ചത്? അല്ല. അദ്ദേഹത്തിന് ഖാൻ എന്ന സർനെയിം ഉണ്ടായിരുന്നോ? ഇല്ല. അഷ്ഫാഖുള്ള ഖാൻ അല്ല. അല്ല. കാക്കോരി കേസുമായി ബന്ധപ്പെട്ട ആളാണോ? ആണ്. 16 ചോദ്യങ്ങൾ രാജസൂയ. ഉം. 1927 മരിച്ചത്. അൺസങ് ഹീറോ അല്ല, സങ് ഹീറോ തന്നെയാണ്. പൊതുവെ അത്രയും നോൺ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് സാഡ് ദാറ്റ് അത്രയും ആൾക്കാർ അറിയുന്നില്ല. കാരണം മദൻലാൽ ഡിംഗ്രയെ പോലെ, ഹെമു കലാനിയെ പോലെ, ഖുദിറാം ബോസിനെ പോലെ, സൂര്യസെനെ പോലെ, പ്രഫുല്ല ചാക്കിയെ പോലെ, രാംപ്രസാദ് ബിസ്വലിനെ പോലെ, ബിസ്ര മുണ്ടയെ പോലെ, ഹരി ചപ്പേക്കറിനെ പോലെ സങ് ഹീറോസിൻ്റെ ആഘോഷം. സങ് ഹീറോ ആണ്, പക്ഷെ അത്രത്തോളം ആൾക്കാർക്ക് അറിയില്ല. നമ്മൾ പറയുന്ന പേരുകൾ, നമ്മൾ അറിയുന്ന റെവല്യൂഷണറീസ് അല്ലെങ്കിൽ ഫ്രീഡം ഫൈറ്റേഴ്സിൻ്റെ പേരിൽ പൊതുവെ പറയപ്പെടുന്ന പേരുകളിൽ കുറേ പേരുകൾ, ഖുദിറാം ബോസ് പോലും അധികം ആൾക്കാരോട് ചോദിച്ചു. ഞാനീ പറഞ്ഞ പേരുകളിൽ ഒന്നാണോ? ആവാം. ദാറ്റ് ഈസ് 19th ക്വസ്റ്റ്യൻ. ആണ്.
അപ്പോൾ അൺസങ് ഹീറോ അല്ല, സങ് ഹീറോ തന്നെ. കാക്കോരി കേസാണ് എന്ന് പറഞ്ഞല്ലോ താങ്കൾ. അതെ അതെ. അഷ്റഫുള്ള ഖാൻ അൺസങ് ഹീറോയാണ് കേട്ടോ. പക്ഷെ ഞാനീ പറഞ്ഞ പേരുകളെല്ലാം സങ് ഹീറോസ് ആണ്. അഷ്റഫുള്ള ഖാൻ അധികം അറിയപ്പെടുന്നില്ല. അപ്പോൾ പിന്നെ ഒന്ന് കൺഫേം ചെയ്തേക്കാം. 20ാമത്തെ ചോദ്യം, താങ്കൾ വിചാരിച്ച ആളിനെ ചരിത്രം രേഖപ്പെടുത്തുന്നത് ദ മെൻറ്റർ ഓഫ് ഭഗത് സിംഗ് എന്ന് രേഖപ്പെടുത്താറുണ്ടോ? ഇല്ല. ഇല്ല. അത് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യൂ. കാരണം എൻ്റെ മനസ്സിലൊരാളിലേക്ക് ഞാൻ എത്തി. കാക്കോരി കേസ് എന്ന് പറയുകയും അഷ്റഫുള്ള ഖാൻ അല്ല എന്ന് പറയുകയും ചെയ്താൽ ദ മെൻറ്റർ ഓഫ് ഭഗത് സിംഗ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ? ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ ആർമിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഒരു മഹാനായ പോരാളി, വിപ്ലവകാരിയാണ് ഭഗത് സിംഗിൻ്റെ മെൻറ്റർ എന്ന ടൈറ്റിലിന് അർഹൻ. അതാണോ? ഭഗത് സിംഗിന്റെ മെന്ററിന് ടൈറ്റിൽ ഉണ്ടോ എന്ന് സംശയമുണ്ട്. പക്ഷേ ഹിന്ദുസ്ഥാൻ ആർമിയായിട്ട്. അപ്പോൾ രാംപ്രസാദ് ബിസ്മൽ അല്ല, ആണോ? ആണ്. രാംപ്രസാദ് ബിസ്മൽ ഇസ് ദ മെൻറ്റർ ഓഫ് ഭഗത് സിംഗ് കേട്ടോ. ബിക്കോസ് ഇറ്റ് ഇസ് ആസാദിനെയാണ്. ആസാദ് ഭഗത് സിംഗിന്റെ സുഹൃത്തായിരുന്നു. രാംപ്രസാദ് ബിസ്മൽ വാസ് ദ മെന്റർ ഓഫ് ഭഗത് സിംഗ്. ഭഗത് സിംഗിനെ പരിവപ്പെടുത്തിയെടുത്തത് രാംപ്രസാദ് ബിസ്മലാണ്. ഭഗത് സിംഗും ചന്ദ്രശേഖർ ആസാദും സുഹൃത്തുക്കളായിരുന്നു. അപ്പോഴാണ് ചന്ദ്രശേഖർ ആസാദ് ഭഗത് സിംഗിനോട് പറയുന്നത്, നോക്കൂ ഭഗത്, നിങ്ങളെപ്പോലെ ഒരു നാൾ കൊലക്കയറിന് മുന്നിൽ ഞാൻ അവസാനിച്ചെന്ന് വരില്ല. എന്താണ്, കഴുതയെപ്പോലെ എൻ്റെ കഴുത്തിന് ചുറ്റും കയർ മുറുക്കി കഴുതയെപ്പോലെ എന്നെ വലിച്ചു കൊണ്ടുപോകാൻ ഞാൻ അനുവദിക്കില്ല എന്നാണ് ചന്ദ്രശേഖർ ആസാദ് ഈ ആൽഫ്രഡ് പാർക്കിൽ വെച്ച് വെടിയേറ്റ് കൊല്ലപ്പെടുന്നതിന് മുമ്പ് ഭഗത് സിംഗിനോട് പറഞ്ഞ ആ സ്റ്റേറ്റ്മെൻറ്റ് വളരെ പ്രശസ്തമാണ്. ഇതൊക്കെ ഈ എന്താ പറയുക, ഗാന്ധിജി മരിക്കുന്നതിന് എത്രയോ വർഷം മുമ്പ് ടാഗോറിൻ്റെ കവിതയിൽ ഒരിക്കൽ പറഞ്ഞതാണ്. ടാഗോറിൻ്റെ കവിതയിൽ എഴുതി, ഇനി നമ്മളെ ആരാണ് നയിക്കുക എന്നവർ ചോദിച്ചപ്പോൾ കിഴക്കു നിന്ന് വന്ന ഒരു വൃദ്ധൻ പറഞ്ഞു, നമ്മളിപ്പോൾ ആരെയാണോ വധിച്ചത് അയാൾ തന്നെയെന്ന്. അത് ഗാന്ധി മരിക്കുന്നതിന് എത്രയോ വർഷം മുമ്പ് എഴുതിയതാണ്. ഒരു ദീർഘദർശിത്വമാണ്. അതുപോലെ ആസാദ് ഭഗത് സിംഗിനോട് പറഞ്ഞു, ഞാൻ എൻ്റെ ഈ കൈത്തോക്ക് മതി, എനിക്ക് കഴുത്തിൽ കയറിട്ട് വലിച്ചുകൊണ്ട് പോകാൻ ഞാൻ അനുവദിക്കില്ല എന്നാണ് പറയുന്നത്. അവർ തമ്മിൽ വളരെ വലിയ സുഹൃത്തുക്കളാണ്. എന്നാൽ ചില കാര്യങ്ങളിൽ കടുത്ത അഭിപ്രായ ഭിന്നത അവർ തമ്മിൽ നിലനിൽക്കുകയും ചെയ്തു. സാൻഡേഴ്സൺ കേസിലുമൊക്കെ ആ അഭിപ്രായ ഭിന്നത ഉണ്ടായിരുന്നു. കാക്കോരി കേസിൽ ഈ പറഞ്ഞതുപോലെ അഷ്റഫുള്ള ഖാൻ ഒരു അൺസങ് ഹീറോയാണ്. പക്ഷെ രാംപ്രസാദ് ബിസ്മൽ അല്ല. രാംപ്രസാദ് ബിസ്മൽ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ അതിന് മുന്നേ മണിപ്പൂരി കേസിനകത്ത് ഒളിച്ചോടി പോയി എന്നുള്ളതാണ് പേര്. പക്ഷെ കാക്കോരി കേസിനകത്ത് രാംപ്രസാദ് ബിസ്മൽ മരിച്ചപ്പോൾ 30 വയസ്സ് 1927 ഡിസംബർ 19. എനിക്ക് തോന്നുന്നു നാം ചങ്ങല പൊട്ടിച്ച കഥ എന്ന കെ തായാട്ടിൻ്റെ ഒരു പുസ്തകമുണ്ട്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൻ്റെ ഏറ്റവും മനോഹരമായ പുസ്തകം. അതിനകത്ത് പോലും ബിർസാ മുണ്ടയെക്കുറിച്ച് എഴുതുമ്പോൾ ഈ ബിർസാ മുണ്ടയുടെ ചിത്രത്തിനെക്കുറിച്ച് പരാമർശിച്ചു പോകും. ഗുഡ്. സ്വാതന്ത്ര്യത്തിനെ കുറിച്ച് എടുത്തു പറയാനുള്ള ഒരു റീസൺ, കാരണം ഹിന്ദുവായി ജനിച്ച് പ്രോബബ്ലി മൂൽമത്തിയുടെയും മുരളീധരൻ്റെയും മകനായി ജനിച്ച അദ്ദേഹം ഒരു മൗലവിയുടെ കയ്യിൽ നിന്ന് ആഗ്രഹം കൊണ്ട് ഉറുദു പഠിച്ചിട്ട് ബിസ്മിൽ എന്ന പേരിൽ എഴുതി. അദ്ദേഹം കവിതകൾ എഴുതി. അപ്പോൾ അതിൽ ബിസ്മിൽ എന്ന് എഴുതിയതും അഗ്യാത്ത് എന്ന് എഴുതിയതും അല്ലെങ്കിൽ റാം എന്ന പേരിൽ എഴുതിയതും മൂന്നും ഒരാളാണ് എന്നറിയുമ്പോഴുള്ള ആ ഒരു കൗതുകം. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, ഭഗത് സിംഗ്, സുഖ്ദേവ്, രാജ്ഗുരു 3 പേരുടെയും പേരിൽ നമ്മൾ അറിയുന്ന ഒരു പാട്ട് അദ്ദേഹത്തിൻ്റെ വരികളാണെന്ന് അറിയുമ്പോൾ അപ്പോഴാണ് നമ്മൾ കൂടുതൽ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. സർഫറോഷി കി തമന്ന അബ് ഹമാരെ ദിൽ മെ ഹെ, ദേഖ്നാ ഹെ ജോർ കിतना ബാസുए കാതിൽ മെ ഹെ, വക്ത് ആനെ പേ ബതായേംഗെ. ബിസ്മിലും ഉത്തം സിംഗും ചെയ്ത ഒരു വലിയൊരു കാര്യമുണ്ട്, കോമൺ സിംഗ്. അതാണ് അവർ തമ്മിലുള്ളൊരു പൊതുമ. ഈ 2 പേരാണ് ഇന്ത്യയുടെ ബഹുസ്വരതയെ, ഇന്ത്യയുടെ പ്ലൂറലിസത്തിനെ തങ്ങളുടെ പേരുകൾ കൊണ്ട് അടയാളപ്പെടുത്തിയ മനുഷ്യരാണ്. ഉത്തം സിംഗ് ഇംഗ്ലണ്ടിൽ പോയി നമ്മുടെ മൈക്കൽ ഒഡ്വയറിനെ കൊല്ലുന്ന നേരത്ത് നിയമപരമായി പേര് മാറ്റി. ഉദ്ധം സിംഗ് എന്നുള്ള സിഖ് നെയിം മാത്രം പോരാൻ തീരുമാനിച്ചു. ഈവൻ ലുക്ക് വൈസ് മാറി. റാം മുഹമ്മദ് സിംഗ് ആസാദായി. അതുപോലെ ഇദ്ദേഹം രാം പ്രസാദ് ബിസ്മലുമായി. ബിസ്മലിൻ്റെ ഏറ്റവും വലിയ ക്ലോസ് ഫ്രണ്ട്, ഏറ്റവും വലിയ അസോസിയേറ്റ്, ഭഗത് സിംഗിൻ്റെ മെൻറ്റർ എന്നൊക്കെ ഉള്ളത് നിൽക്കട്ടെ, അസോസിയേറ്റ് എപ്പോഴും പക്ഷേ അഷ്റഫുള്ള ഖാനായിരുന്നു. അവർ തമ്മിലായിരുന്നു ആത്മബന്ധവും. കാക്കോരി കേസിൽ ബിസ്മൽ ശിക്ഷിക്കപ്പെട്ടു, ഹാങ്ഡ് ആയി എങ്കിലും അന്ന് അതിൽ നിന്ന് ഈ 4 പേരോ 5 പേരോ ഒഴിച്ച് ബാക്കിയുള്ള കുറേ പേരെ ആ സമയത്ത് ശിക്ഷിച്ചില്ല. ഗുഡ്. രാംപ്രസാദ് ബിസ്മൽ. സ്വാതന്ത്ര്യത്തിൻ്റെ പ്രഖ്യാപനമാണ് താങ്കളിലൂടെ ഉണ്ടാകുന്നത്. സ്വാതന്ത്ര്യത്തിൻ്റെ മാത്രമല്ല, പ്ലൂറലിസത്തിൻ്റെയും ബഹുസ്വരതയുടെയും.
റാം പ്രസാദ് ബിസ്മിൽ സ്വാതന്ത്ര്യ സമരസേനാനി, കവി, ദേശസ്നേഹി, സ്വതന്ത്രയായ ഭാരതം സ്വപ്നം കണ്ട ആദർശധീരന്മാരിൽ പ്രമുഖൻ. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പല പ്രതിഷേധ പ്രതിരോധ പരിപാടികൾ ആസൂത്രണം ചെയ്യുകയും നടപ്പിലാക്കുകയും ചെയ്ത വിപ്ലവകാരി. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെയുള്ള ലഘുലേഖകൾ അച്ചടിച്ച് വിതരണം ചെയ്യുക, വിപ്ലവകാരികൾക്ക് അഭയം നൽകുക, കൈബോംബുകൾ ഉണ്ടാക്കുക തുടങ്ങി സ്വാതന്ത്ര്യമെന്ന പരമലക്ഷ്യത്തിനു വേണ്ടി പ്രവർത്തിച്ചിരുന്ന ബിസ്മില്ലും കൂട്ടരും ബ്രിട്ടീഷ് സർക്കാരിനെ വല്ലാതെ അലട്ടിയിരുന്നു. കാക്കോരി തീവണ്ടി കവർച്ചയും പഞ്ചാബ് നിയമസഭയുടെ നേർക്ക് നടത്തിയ ബോംബാക്രമണവുമാണ് ഇവരുടെ പ്രവർത്തനങ്ങളിൽ വളരെ ശ്രദ്ധേയമായവ. റാം പ്രസാദ് ബിസ്മിൽ എന്ന തൂലികാ നാമത്തിലായിരുന്നു കവിതകൾ എഴുതിയിരുന്നത്. റാം ആഗ്യാദ് എന്ന പേരിലും അദ്ദേഹം നിരവധി ഹിന്ദി, ഉറുദു കവിതകൾ എഴുതിയിട്ടുണ്ട്. സർഫറോഷി കി തമന്ന അബ് ഹമാരെ ദിൽ മേ ഹേ എന്ന അദ്ദേഹത്തിന്റെ ഗാനം ഏറെ ശ്രദ്ധേയമാണ്. സോ ക്രിസ്, ഒരുപാട് കാലത്തിന് ശേഷം വീണ്ടും കണ്ടുമുട്ടി. അതെ. നോക്കൂ, ഈ കാലം, ലോകം വളരെ ചെറുതാണ്. ലോകം ചെറുതുമാണ്, ചാക്രികം, സൈക്ലിക്കലാണ്. നമ്മൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് താങ്കൾ എന്നെ ഇൻ്റർവ്യൂ ചെയ്തപ്പോഴാണ് കണ്ടത്. ഇന്ന് തിരിച്ച് താങ്കളെ ഇൻ്റർവ്യൂ ചെയ്യാൻ എനിക്ക് ഒരു അവസരം കിട്ടി. ക്രിസ്, ഇത് ഞങ്ങൾ നൽകുന്ന സ്നേഹോപഹാരം. ഇത് ദിവ്യ, മിൽമ നൽകുന്ന ഉപഹാരം. അതിനകത്ത് ഒരുപാട് പാലട പായസമൊക്കെ ഉണ്ടാവും കേട്ടോ. ഡയറ്റ് തുടങ്ങുന്ന സമയത്ത് തന്നെ ഇത് കിട്ടിയതിലുള്ള സന്തോഷം. നമ്മൾ ഒരുപാട് പേരെ കുറിച്ച് പറഞ്ഞു, ഡിംഗ്രയെക്കുറിച്ച്, ബിസ്മലിനെ കുറിച്ചൊക്കെ. ഈ മദൻലാൽ ഡിംഗ്ര ലോർഡ് വില്യം വൈലിയെ വെടിവെച്ച് കൊല്ലുന്നത് വിദേശത്ത് വെച്ചാണ്. ഡോക്ടർ ദത്തയുടെ മകനാണ്. ബുദ്ധിമുട്ടുള്ള ഒരാളൊന്നുമില്ല, വലിയ അഭിജാത കുടുംബത്തിൽപ്പെട്ട ആളാണ്. വലിയ വൺ ഓഫ് ദ റിച്ചസ്റ്റ് ഫാമിലി ആയിരുന്നു ഡോക്ടർ ദത്തിൻ്റെ. അങ്ങനെ മദൻലാൽ ഡിംഗ്രയെ ലണ്ടനിലെ സ്കോളർഷിപ്പോടുകൂടി പഠിക്കുകയാണ് അവിടെ. നല്ല സമ്പന്നനാണ്. അവസരം കിട്ടിയപ്പോൾ വൈലിയെ വെടിവെച്ച് വന്നു. കൂട്ടത്തിൽ ലാൽചന്ദ് കാക്ക എന്നും മറ്റു പേരുള്ളൊരു പത്താൻകാരൻ അംഗരക്ഷകനും കൊല്ലപ്പെട്ടു. കോടതി പിടികൂടി ഹാജരാക്കി വിധി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് മജിസ്ട്രേറ്റ് ചോദിച്ചു. അതിനു മുമ്പ് തന്നെ ഡോക്ടർ ദത്ത് പ്രഖ്യാപിച്ചു, ഈ ബ്രിട്ടീഷുകാരനെ കൊന്നതിൽ പ്രതിഷേധിച്ച് ഈ സോ കോൾഡ് ആഭിജാത്യത്തിൻ്റെ ഉടമയായ അച്ഛൻ ദത്ത് പ്രഖ്യാപിച്ചു, ഇവൻ എൻ്റെ മകനല്ല. ഇന്ത്യയിലെ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന എല്ലാ അമ്മമാരും ഉറക്കെ പ്രഖ്യാപിച്ചു, ഞങ്ങളുടെ എല്ലാ മകനാണ് അവൻ. മജിസ്ട്രേറ്റ് ചോദിച്ചു, സാധാരണ ഇതിൽ ചോദിക്കുന്നതല്ല, എങ്കിലും ഒന്ന് റിലീസ് ചെയ്യാൻ, ഒന്ന് എന്തെങ്കിലും ഒരു ഇളവ് നൽകാൻ ഒരു മാർഗം ഉണ്ടെങ്കിൽ, ദത്തിൻ്റെ മകനല്ലേ, ബ്രിട്ടീഷുകാർക്ക് വേണ്ടപ്പെട്ട കുട്ടിയല്ലേ എന്നുള്ളത് കൊണ്ട് അവനോട് ചോദിച്ചു, ചെയ്തതിലൊരു കുറ്റബോധം തോന്നുന്നില്ലേ? അവൻ പറഞ്ഞുകൊണ്ട്. അപ്പോൾ അച്ഛൻ ഇതറിയുന്നുണ്ട്, പുള്ളിക്ക് ഒരു ചെറിയ സന്തോഷം. മജിസ്ട്രേറ്റിനും തോന്നി, കുറ്റബോധം തോന്നിയല്ലോ, വിട്ടുകൊടുക്കാം. അപ്പോൾ കുറ്റബോധം ഉണ്ടല്ലേ? ഉണ്ട്. അത് വൈലിയെ വെടിവെച്ചു കൊല്ലാനുള്ള എൻ്റെ ശ്രമത്തിനിടയിൽ ആ പാവപ്പെട്ട പത്താൻകാരൻ വെടിയേറ്റ് മരിച്ചതിൽ എനിക്ക് കുറ്റബോധമുണ്ട്. എന്നെ അങ്ങ് വെറുതെ വിടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം അങ്ങ് എന്നെ വെറുതെ വിട്ടാൽ ഒന്നല്ല, ഇനിയൊരു1000 വൈലിമാരെ കൊല്ലാൻ എൻ്റെ കൈത്തോക്കിന് കരുത്ത് കൂടുതലുണ്ടാകും എന്നാണ്. ലഭിച്ചത് അങ്ങനെയൊക്കെയാണ് സ്വാതന്ത്ര്യം. സംരക്ഷിക്കുന്നുണ്ടോ നമ്മൾ വേണ്ടവണ്ണം? ശുഭരാത്രി. നിങ്ങൾക്കും അശ്വമേധത്തിൽ പങ്കെടുക്കാം. ബയോഡേറ്റ അയക്കേണ്ട വിലാസം ashwamedham@kairatv.in. നമ്മളുടെ പ്രിയങ്കരിയായ ക്രിസ്മസ് സ്പെഷ്യൽ ഗസ്റ്റ്. എൻ്റെ ഇൻട്രോ പറഞ്ഞില്ലേ, താങ്ക് യു സോ മച്ച് സർ. തെലുങ്കിൽ ഒരു തൃശ്ശൂർ സ്ലാങ് കൊണ്ടുവന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു വ്യത്യസ്തത. അവർക്ക് ഇഷ്ടമായി ആ ഒരു സ്ലാങ്. എനിക്ക് ട്രോൾ ചെയ്യണേല് ഈ തെലുങ്ക് അല്ലാതെ മറ്റേതൊക്കെ സിനിമയിൽ അഭിനയിച്ചു? പിന്നെ മലയാളം, തെലുങ്കും. നേരത്തെ പരിചയമുണ്ടോ ഗായത്രിക്ക്? ഇല്ല, ഞങ്ങൾ ഇവിടെ വന്നിട്ടാണ്. ആണോ? శ్రీమాన్ మహారాజ్ ప్రియమైన ప్రియుడా. మీ మనసులో దాగి ఉన్న వ్యక్తి ఒక పురుషుడా? అవును. Where there is no fear, their love originates. அப்படி மாதிரி சொல்லிருக்கு. മലയാളം പരിപാടിയാണെന്ന് വിചാരിച്ചാണ് നമ്മൾ കാണാനിരിക്കുന്നത്. Anisha Karun's Costume and Ornament Courtesy, Inspire Bridal Studio and Unisex Saloon, Karamana, Trivandrum.